മലപ്പുറം ജില്ലയിലല്ല ഈ കൂടുതൽ കള്ളക്കടത്തുകളും ഒക്കെ ഉള്ളത്. അത് മറ്റ് ജില്ലകളിലും കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ താരതമ്യേന കുറവാണ്. അതിനേക്കാൾ കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്ന ജില്ലകൾ കേരളത്തിൽ പലതുമുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയല്ല. അതായത് ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിലും പറഞ്ഞത് ഇങ്ങനെയല്ല. പക്ഷേ അത് വിവാദമായി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കത് മാറ്റിവെക്കാം. പക്ഷേ കഴിഞ്ഞ 21-ാം തീയതി മുഖ്യമന്ത്രി ഇതുപോലെ വാർത്താ സമ്മേളനം വിളിച്ച് കൂട്ടി പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം ഈ സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല പണമിടപാട് നടക്കുന്നത് എന്നാണ്. ഇന്ന് വാർത്താ സമ്മേളനം നടന്നപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് വാർത്താ സമ്മേളനം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്ത്രപരമായി അദ്ദേഹം പറഞ്ഞു, മലപ്പുറം ജില്ലയിലല്ല ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളത്, മലപ്പുറം ജില്ലയെക്കാളും കേസുകളുള്ള ജില്ലകൾ പലതുമുണ്ട്, അത് നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയുണ്ടായി. തന്ത്രപരമായിട്ട് മാറിയിരിക്കുന്നു. അതായത് PVNമാർ ഉയർത്തിയ ആരോപണം, അതായത് ഈ മലപ്പുറത്തെ പ്രതിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തെ ആൾക്കാരെ മുഴുവനും ക്രിമിനലാക്കിക്കൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്താക്കിക്കൊണ്ട് മാറ്റിയത് ശരിയല്ല എന്ന് പറഞ്ഞ് ആ ഒരു അതിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ PVNമാർ പിടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പിടി ഇല്ലാതാക്കുക എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ തന്ത്രം. അവസാനം വാർത്താ സമ്മേളനത്തിന്റെ അവസാനം പറഞ്ഞത് മലപ്പുറം അല്ല ഏറ്റവും അധികം കള്ളക്കടത്ത് നടക്കുന്നത്, കേരളത്തിൽ മറ്റു പല ജില്ലകളിലുമുണ്ട്, അത് നമ്മൾ കാണേണ്ടതുണ്ട്, അതിന് ഒരുപാട് കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറയാം പിന്നീട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 21-ാം തീയതി നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ മലപ്പുറം കണക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കാം. ഞാൻ ഈ വാർത്താ സമ്മേളനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറിച്ചെടുത്തതാണ്. മാത്രമല്ല പിന്നീട് പത്രങ്ങളിൽ പലതും അത് പ്രിന്റ് ചെയ്ത് വരികയും ചെയ്തു. എങ്കിലും ഞാൻ കുറിച്ചെടുത്തത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അത് തന്നെ നിങ്ങളുടെ മുന്നിൽ വായിക്കാം. അതായത് പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന ശ്രമമാണ് ഇപ്പം നടക്കുന്നത്. പോലീസ് സേനയ്ക്കെതിരായിട്ടൊക്കെ അൻവർ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് അതിനെതിരായിട്ട് പോലീസ് സേനയുടെ മനോവീര്യം കെടുത്തുന്നു. പാർട്ടിക്കാരുടെ മനോവീര്യം കെട്ടാനൊന്നും പ്രശ്നമില്ല, പക്ഷെ പോലീസുകാരുടെ മനോവീര്യം കെടുത്തരുത് എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും അധികം കള്ളക്കടത്ത് നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും അധികം കള്ളക്കടത്തും ഹവാല പണമിടപാട് നടക്കുന്ന മലപ്പുറം ജില്ലയാണ്. അദ്ദേഹം പറഞ്ഞ കണക്ക് ഞാൻ മുന്നിൽ വായിക്കാം. 2022 98 കേസാണ് ഈ സ്വർണം പിടിക്കലുമായി ബന്ധപ്പെട്ട് നടന്നത്. 98 കേസ് 2022. അതിൽ 79.9 കിലോഗ്രാം സ്വർണമാണ് പിടിച്ചത് 2022. 2023 63 കേസാണ്. കേരളത്തിൽ മൊത്തത്തെ കണക്കാണ് ഈ പറയുന്നത്. അതിൽ 48.7 കിലോഗ്രാം സ്വർണം പിടിച്ചു. 2024 ഇതുവരെയുള്ള കാലഘട്ടം അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നതിന് തൊട്ട് മുമ്പത്തെ മാസം വരെ 26 കേസുകൾ പിടിച്ചിട്ടുണ്ട്. അതിൽ 18.1 കിലോഗ്രാം സ്വർണമാണ് പിടിച്ചത്. ഇനി ഇതിൽ അങ്ങനെ മൊത്തം 147.79 കിലോഗ്രാമാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിൽ നിന്നും ഈ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ ഭാഗമായിട്ട് പിടിച്ചിട്ടുള്ളത്. 147.79. അതിൽ മലപ്പുറം മാത്രം മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞതാണ്. അതിൽ മലപ്പുറം മാത്രം 124.47 കിലോഗ്രാം ഉണ്ട്. അപ്പോൾ 147.79 കിലോഗ്രാം കഴിഞ്ഞ 3 വർഷം കൊണ്ട് പിടിച്ചപ്പോൾ ഈ 2024 ഇതുവരെയുള്ള 21, 22, 24 ഇതുവരെയുള്ള 2.5 വർഷക്കാലം കൊണ്ട് പിടിച്ചത് 2.5 വർഷം 2.25 വർഷം കൊണ്ട് പിടിച്ചത് 147.79 കിലോഗ്രാം സ്വർണമാണെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. അതിൽ മലപ്പുറം മാത്രം 124.47 കിലോഗ്രാം. അപ്പോൾ കൂടുതൽ എവിടെയാണ്? മലപ്പുറം ജില്ല തന്നെയാണല്ലോ. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞതല്ലേ ശരി. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് മലപ്പുറം അല്ല ഏറ്റവും കൂടുതൽ കേസ് ഉള്ളത്, മറ്റ് ജില്ലകളിലും കേസുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ മുഴുവൻ വിഴുകയാണ് എന്ന് നമ്മൾ കാണേണ്ടതല്ലേ. ഇനി അതാണ് മലപ്പുറം മാത്രം 124.47 കിലോഗ്രാം. ഇനി 2020 മുതലുള്ള ഹവാല പണമിടപാടിൻ്റെ കണക്ക് അദ്ദേഹം 21 വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2020 മുതൽ 122.5 കോടി രൂപയുടെ ഹവാല പണം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ 21-ാം തീയതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. 2020 മുതൽ ഇതുവരെ 122.5 കോടി രൂപയുടെ ഹവാല പണം ഇടപെടിച്ചിട്ടുണ്ട്. അതിൽ 87.22 കോടി മലപ്പുറം ജില്ല മാത്രമാണ്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിങ്ങൾ വാർത്താ സമ്മേളനത്തിൻ്റെ റെക്കോർഡ് ചെയ്ത ഭാഗങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്, മറ്റു പലരുടെയും കയ്യിലുണ്ട്.
എന്തായാലും ഞാനിത് കുറിച്ചെടുത്തതാണ്, എനിക്ക് എൻ്റെ കുറിപ്പിൽ തെറ്റ് വന്നിട്ടില്ല എന്നുള്ളത്. കാരണം ഞാൻ പിന്നീട് പിറ്റേന്ന് വന്ന പ്രിന്റ് മാധ്യമങ്ങളിലെല്ലാം ഇതേ കണക്ക് തന്നെയാണ് അടിച്ചു വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹവാല ഇടപാടിൽ 122.5 കോടി രൂപയുടെ ഹവാല പണമിടപാട് നടന്നപ്പോൾ 87.22 കോടി രൂപ മലപ്പുറം ജില്ലയിലാണ്. അതും കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് ഏറ്റവും അധികം സ്വർണ്ണ കള്ളക്കടത്തും മയക്കുമരുന്നും ഹവാല ഇടപാടും നടക്കുന്നത് എന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് 21-ാം തീയതിയിലത്തെ വാർത്താ സമ്മേളനത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നിട്ട് ഇന്ന് അതിനെ വിഴുങ്ങിയിട്ട് PV അൻവർ ഈ വിഷയത്തിൽ മുറുകി പിടിച്ചിരിക്കുന്നതും ന്യൂനപക്ഷ ജില്ല തങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമെന്നുള്ള ഭയമുള്ളത് കൊണ്ടും PV അൻവറിന്റെ പിടിച്ചിരിക്കുന്ന കൊമ്പിന് ശക്തി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, മലപ്പുറം ജില്ല മാത്രമല്ല ഏറ്റവും കൂടുതൽ ഉള്ളത്, മലപ്പുറം ജില്ലയെക്കാളും കൂടുതൽ കേസുകളും സ്വർണം കടത്തിയ ജില്ലകൾ വേറെയുണ്ട്. ഏത് വേറെ ജില്ലയാണെന്ന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഇനി അത് പറഞ്ഞാൽ അത് പിന്നെ വീണ്ടും കുരിശാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് മറ്റേ ജില്ലകളുടെ പേരൊന്നും പറഞ്ഞില്ല, വേറെ ജില്ല ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വാർത്താ സമ്മേളനം നിർത്തുകയാണ് ഉണ്ടായത്. നോക്കുക, മുഖ്യമന്ത്രി തന്ത്രപരമായി കറക്റ്റ് ഒരു CPM നേതാവ് എങ്ങനെയാണ് ഈ ചടുലമായി പിന്നെ ബോഡി ലാംഗ്വേജ് വരുത്തി വാക്കുകൾ കൊണ്ട് കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യുന്നതെന്ന് ഇന്ന് മനസ്സിലായല്ലോ.